എന്ന് പറഞ്ഞൊരു കണ്ടലാണ്. ഇത് ഫിൽറ്റർ സിസ്റ്റം ആണ്. ഇത് ഇല കൂടെ ഇത് നിറയണ്ടാവും. ഇത് വലിച്ചെടുത്തിട്ട് പുറത്തുള്ള. അത് ശരി. കാക്ക റോഡ് സൈഡാണ്, റോഡിൽ കൂടെ പോകുന്നുണ്ട്. 58 പേര് മരണപ്പെട്ടു. ഫോറസ്റ്റ്. ഹായ് ഫ്രണ്ട്സ്, റഹീമാണ്. പെസ്കയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ 10K കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. അപ്പോൾ അതിനോട് സംബന്ധിച്ച് നമ്മൾ ഗീവ് അനൗൺസ് ചെയ്യണം. പിന്നെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ക്യാറ്റ്, പേർഷ്യൻ ക്യാറ്റ്, അതുപോലെ പ്രാവുകൾ ഇതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വൈകാതെ വീഡിയോ ഉടൻ വരും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇന്ന് പെറ്റ്സിൻ്റെ വീഡിയോ എന്നല്ല, ഇന്ന് നമ്മളൊരു യാത്രൻ്റെ വീഡിയോ കേട്ടോ. ബോട്ട് യാത്രൻ്റെ ചെറിയൊരു വീഡിയോ എടുത്തിട്ട് കുറച്ചായി. പെരുന്നാളിൻ്റെ സമയത്തെടുത്ത വീഡിയോ ആണ്. പക്ഷേ എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടാത്തതുകൊണ്ട് ഇൻട്രോ എടുക്കാൻ ഇപ്പോഴാണ്. അപ്പോൾ ഇത് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ കടലുണ്ടി എന്ന സ്ഥലത്താട്ടോ. നമ്മൾ കടലുണ്ടി പുയ പിന്നെ കടലിനോട് ജോയിൻ ചെയ്യണ ആ ഭാഗത്താണ് പിന്നെ ഈ ബോട്ട് സർവീസ് ഉള്ളത്. അതിൻ്റെ പല കരകളിലായിട്ടും പല ബോട്ട് സർവീസ് ഉണ്ട്. നമ്മൾ പോയത് പിന്നെ ഗ്രീൻ ഐലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടീമിൻ്റെ കൂടെയാണ്. അപ്പോൾ അവരെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ള വീഡിയോ ഉണ്ട്, എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. പിന്നെ അത് മാത്രമല്ല, ഇനി വരുന്ന മഴ സീസണാണ്. അപ്പോൾ ആ സമയത്ത് ബോട്ട് ഉണ്ടാവും എന്നറിയില്ല. അപ്പോൾ അതൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. പിന്നെ ഇവിടെ ഹൈലൈറ്റ് ആയിട്ടുള്ളത് പിന്നെ പക്ഷി സങ്കേത കേന്ദ്രമാണ്. കടലുണ്ടി പക്ഷി സങ്കേത കേന്ദ്രം. ദേശാടന പക്ഷികളും ഒരുപാട് കാണുന്ന സ്ഥലമാണ്. അത് സീസണിൽ ഉണ്ടാവുള്ളൂ, എപ്പോഴും ഉണ്ടാവില്ല. അത് പിന്നെ വരുന്ന ഭാഗം പിന്നെ കണ്ടൽക്കാടുകളാണ്. പലതരം കണ്ടൽക്കാടുകൾ അവിടെ ഉണ്ട്. അതിൻ്റെ ഉള്ളിലൂടെയൊക്കെയാണ് എന്ത് ഈ യാത്ര പോകുന്നത്. അത് പിന്നെ ഈ വേലിയിറക്കം എലിക്കയറ്റ് അത് നോക്കിയിട്ടാണ് ബോട്ട് പോവുക. അപ്പോൾ എന്തായാലും പിന്നെ കൂടുതലൊന്നും പറയുന്നില്ല, നേരെ വീഡിയോക്ക് പോവാം. എന്നോട് ആരെങ്കിട്ട് വരാൻ പറഞ്ഞു. ഞാൻ ബാൻഡിന് മുന്നേ ഇവിടെ എത്തിക്കുന്നു. നമ്മൾ മണത്ത് പിടിച്ചു കേട്ടോ പ്രാവിൻ്റെ സ്ഥലം. ഇതിൽ ഫുള്ള് പ്രാവുകളാണ്. ഇതാ കടലുണ്ടി പാലത്തിന് നേരെ താഴെ ഭാഗത്തുള്ള ഈ സ്പോട്ടാട്ടോ. തിരമാല തന്നെ പാറയിൽ നിന്ന് അടിച്ചിട്ട് നല്ല ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ നല്ല സ്പോട്ടാണ്. അടിപൊളി സാധനം വരട്ട് പോലെ കഴിക്കുന്നത്. എന്ത് പാലാണ്? ചെമ്പയത്തോടോ? ചെമ്പയത്തോട് പാലം. ആ ബോർഡ് വന്നിരിക്കണം. കടലുണ്ടി റെയിൽവേ സ്റ്റേഷൻ. കടലുണ്ടി റെയിൽവേ സ്റ്റേഷൻ. ഓക്കെ. നമ്മളിപ്പോൾ ഉള്ളത് പാലം കഴിഞ്ഞേക്കൊരു വൈക്കോട്ട് റോഡുണ്ട്. ഈ റോഡിനടുത്ത് ചെറിയൊരു കോൺക്രീറ്റ് റോഡിന് പോകുന്നത്. നമ്മൾ വരുന്നത് പിന്നെ പാലം കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഇവിടെ ഞങ്ങൾ പരപ്പനങ്ങാടി വഴി വരുന്നുണ്ട്. കടലുണ്ടി പാലം ശാലിയത്ത് നിന്ന് വരുമ്പോൾ പാലം എത്തണ്ട, കടലുണ്ടി പാലം എത്തണ്ട, ഈ റോഡിന് പോയിട്ടാണ് പറഞ്ഞത്. ചെറുക്കനെ കിട്ടിക്കോളും. വണ്ടി കാണുന്നതാ. ഇതിനുള്ളിൽ കയറാൻ 10 രൂപ അല്ലേ? തോണിക്ക് ചാർജ് കയറി. പിന്നെ ഷൂട്ട് ചെയ്യാൻ പെർമിഷൻ വാങ്ങേണ്ട ആവശ്യമുണ്ട് കേട്ടോ. 50 രൂപ ചാർജുണ്ട്. വ്ളോഗേഴ്സൊക്കെ ആണെങ്കിൽ പെർമിഷൻ വാങ്ങണം. ഇവിടെ നമുക്കുള്ള ബോട്ട് ഇവിടെ ഏതാ നമുക്കുള്ളത്? ഇതോ? അവിടെ ഇരിക്കാം.
കാക്ക നിങ്ങളെവിടുന്നാ? നിങ്ങളെവിടെ സ്ഥലോ? നിങ്ങളോ? എടാ ഇവിടെ ആയില്ല കേട്ടോ. അതൊക്കെ വെള്ളം മേലെ തന്നെയാണ്. കണ്ടൽക്കാട് തേടി പോകുന്നു. അടി കാണുന്നുണ്ടല്ലേ? ആടാ ഇത് അടി എത്തിക്കണോ? കാക്കങ്ങള് മോശമാക്കണോ? ഞങ്ങള് വരും. തിരിച്ച് ഇത് സംഭവം എന്ന് വെച്ചാലേ അടിയില് വെള്ളം കുറവായിട്ട് ആയിക്കൂടെ റോഡായിക്കൂടാണ്. കാക്ക റോഡ് സൈഡാണ്. റോഡായിക്കൂടെ പോകുന്നുണ്ട്. റിവേഴ്സ് പോട്ടെ. എന്നാ ചാടിക്കോ. കാക്ക തള്ളാണോ? നല്ല തള്ളലുണ്ട് സൈനു. അമ്മ ട്രാക്ക് കയറി വെള്ളം ഇറങ്ങ. കാക്ക ഇതിന് വേലി ഇറക്കെന്നാ പറയാ. വേലി ഇറക്കല്ലേ? അതാണ് സ്റ്റാർ ഇതാ. നക്ഷത്രം കണ്ടല്ലേ? ഇന്ന് നേരത്തെ തുടങ്ങിയത്. ഇന്നലെ ഞാൻ ലീവ് ആയതുകൊണ്ടേ ഇന്നകൾക്ക് കുറേ ബുക്കിംഗ് എടുത്തിരിക്കുന്നു. അത് കാരണം ഒക്കെ ഒരു ഒറ്റ ടീം അരമണിക്കൂർ നേരം വയ്യ ഒക്കെ പിടുത്തം വിടും. അവിടെ പ്രശ്നം പോലെ പറഞ്ഞിട്ട് കാര്യമില്ല. റോട്ടും നിന്ന് ഒരു സ്ഥലത്ത് നിന്ന് എത്തണ്ടേ. എന്തേ ഇല്ല ഇനിയിപ്പോ എന്നാ വയ്യ. നല്ല ഫോട്ടോസ് കിട്ടും അവിടെ ഇരുന്നിട്ട്. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് അവിടെ ഇരുന്നിട്ടും നിന്നിട്ടൊക്കെ ഫോട്ടോ എടുത്തോളി. നല്ല ഇറങ്ങാനില്ല, ചതുപ്പാണ്, താന്നു. ഇപ്പൊ ഒരു 10-17 തോണിയോളായി. കാക്ക ഇത് പ്രൈവറ്റ് ആണ്? അതൊക്കെ പ്രൈവറ്റാ. ഒക്കെ പ്രൈവറ്റ്. ഒന്നും ഗവൺമെന്റിന്റെ ഇതിലില്ല. പക്ഷെ ഗവൺമെന്റിന് ഞങ്ങൾ അവിടെ ആയതുകൊണ്ട് ചെറിയൊരു എമൗണ്ട് കൊടുക്കണം. ഓല അണ്ടറിലാണ്, അവിടെ നിന്നാണ് കയറുന്നത്. അതാണ് ആ 50 റുപ്യ ഫീസൊക്കെ വാങ്ങിയത് പോലെ. ഇത് കാണുന്നത് കടലുണ്ടി കടവ് പാലാണത്. ആ പാലത്തിന്റെ അപ്പുറം കടലാണ് ആ ഭാഗത്ത്. ഇത് കടലുണ്ടി പുഴയാണ്. പാലത്തിന്റെ താഴെ കടലും പുഴയും കൂടി സംഗമിക്കണ അഴിമുഖം എന്ന് പറയും. അതുകൊണ്ടാണ് ഈ വേലിയേറ്റം വേലിയിറക്കത്തിൻ്റെ വിഷയം ഇവിടെ വരുന്നത്. കടലിൽ നിന്നുള്ള വെള്ളം ഇങ്ങോട്ട് കയറുമ്പോഴാണ് വേലിയേറ്റം. ഇത് തിരിച്ച് ഏകദേശം പൂർണ്ണമായി കഴിഞ്ഞാൽ അത് കടലിലോട്ട് തന്നെ തിരിച്ചു പോകും. ആ സമയത്താണ് ബേഡ്സ് ഒന്നായിട്ട് വന്നിട്ട് ഇപ്പോൾ ഈ കയറിയ സമയത്തുള്ള മീൻ കുഞ്ഞുങ്ങളും ഞണ്ട് കുഞ്ഞുങ്ങളും ഒക്കെ അവർക്ക് ഭക്ഷിക്കാനുള്ള അവിടെയൊക്കെ വെള്ളം കുറയുന്നു. അല്ല നമുക്ക് തിരിച്ചറിയാൻ പറ്റൂല. നിങ്ങളെ ഞാൻ പരയിലെത്തിച്ചു. ഇതിന്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റുമോ? നമ്മളിപ്പോൾ ഈ കണ്ടലക്കാടിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പോവാണ്. അതിൻ്റെ ഉള്ളിലൂടെ ഒരു വഴിയുണ്ട്, അതിലൂടെ പാസ് ചെയ്യാൻ പോവാണ്. അതൊക്കെ ഉണ്ടാക്കിയെടുത്താ? ചെറിയ തൈകൾ. ശരി. 10-20 വർഷത്തിന് മേലായി. ഇതിൻ്റെ പ്രത്യേകം മറ്റുള്ള കണ്ടലിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇതിൻ്റെ വേരുകൾ ഈ മുകളിൽ നിന്ന് താഴോട്ടും ഈ പുറത്ത് കാണുന്ന ആ കാടിൻ്റെ ഇത് ഇവിടെ ഉള്ളിൽ കയറിയാൽ കാണുന്നില്ല. ഇലകൾ ഫുള്ള് മേലോട്ട് മാത്രമുള്ള ഒരു കൊമ്പും ചില്ലകളുമായി വേരുകൾ മാത്രമുള്ള ഒരു കണ്ടലാണ്. അടിപൊളി. നമ്മൾ ഇത്രക്കൊന്നും പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. നമ്മൾ ജസ്റ്റ് ആ കണ്ടക്കാട് നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇതിനുള്ള ആയിട്ട് കയറില്ല. അടിപൊളി, ഒന്നും പറയില്ല. നിങ്ങൾക്ക് പറയാനുള്ളത് പറയും. ഞങ്ങൾക്ക് എന്താ പറയുള്ളത്? എന്താ പറയുള്ളത്? നിങ്ങളപ്പോ ഒരു യാത്ര വരാൻ പറ്റി അതോ വേണ്ട, ഇനി നോക്കണ്ട. ഇതിനെ കുറിച്ച് എന്താ പറയേണ്ടി പറഞ്ഞാൽ മതി. നേതാവേ, സൈനിക നേതാവ്,
അങ്ങനെ വേണ്ട, ചെറുതായിട്ട് മതി. കടലുണ്ടിയുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ കടലുണ്ടിയിൽ ഇവിടെ ആയിരുന്നു ഒരു ട്രെയിൻ അപകടം നടന്നത്. എത്ര വർഷമായി? 2001 58 പേര് മരണപ്പെട്ടു. പാലത്തിന്റെ കാലുകൾ പിന്നെ പൊട്ടിയിട്ട് താഴെ വീണാന്നുള്ളതാണ്. ആ കാലം ബാക്ക് കാണുന്നത് ഈ കാണുന്ന പഴയ പാലത്തിന്റെ അങ്ങനെ മറന്നതാണ്. വണ്ടി ഹാൻഡ് ബ്രേക്ക് കിട്ടണോ? എന്താ പറഞ്ഞേ? എന്താ കാണുന്നത്? ഉപ്പിന്റെ പൊടിയാണ്. ഉപ്പാണിത്. ഉപ്പട്ടി എന്ന് പറഞ്ഞൊരു കണ്ടലാണ്. ഇത് ഫിൽറ്റർ സിസ്റ്റം ആണ്. ഇത് ഇല കൂടെ ഇത് നിറയുണ്ടാവും. ഇത് വലിച്ചെടുത്തിട്ട് പുറത്തുള്ള. അത് ശരി, അതാണ് ഇതിന്റെ പ്രത്യേകത. ഇതിന്റെ പേരാണ് ഉപ്പൂറ്റി, ഉപ്പട്ടി. ഇലയും കൂടെ പുറത്തുള്ളൂ, പുറന്തള്ളു. ഒരു ഓംലേറ്റ് അടിക്കാനുള്ള ഉപ്പിട്ടു. ഉപ്പിട്ടു. അത് ഉരുകിട്ടേ ഇപ്പൊ വെയിലിന്റെ കടുപ്പം കൊണ്ട് ഉരുകിട്ട് വെള്ളമായി മാറിപ്പോയി. ഉപ്പ് ഇങ്ങനെ ഉരുകിട്ട് കണ്ടോ. അത് 8 ഐറ്റം കണ്ടലാണുള്ളത് ഇവിടെ. അതിൽ ഇത് ഭ്രാന്തൻ കണ്ടൽ എന്ന് പറയും. റൈസാഫോറ എന്ന് പറഞ്ഞ കണ്ടലാണ്. മറ്റേത് അത് ഉപ്പൂറ്റി, ഉപ്പട്ടി പല പേരിൽ അറിയപ്പെടുന്നുണ്ട്. പിന്നെ ഉള്ളത് ചുള്ളിക്കണ്ടലാണ്. ഈ ഇതൊക്കെ കുഴിച്ചിട്ടതാ അല്ലല്ലോ? അല്ലല്ല, ഈ ഉപ്പട്ടി ഇതൊക്കെ ഇവിടെ ഉണ്ടായതന്നെ. പിന്നെ ആ വയലറ്റ് കളറിലതാ ഒരു ഇല ചുരുണ്ട് ഇങ്ങനെ, അത് ചുള്ളിക്കണ്ടൽ എന്ന് പറയും. ഇജ്ജ് പറഞ്ഞിടത്തേക്ക് പോണ് പോയി. ഇവിടെ ഈ മറ്റേ മോട്ടർ പറ്റായിട്ടാ ചേറായിട്ടാ? അല്ലല്ല, ബേർഡ്സിന്റെ മെയിൻ കേന്ദ്രമാണ്. പക്ഷികൾക്കുള്ള സൗണ്ട് അല്ലേ? അല്ല, ഇത് അടി കൂടെ അല്ലേ പോണ? അപ്പൊ ചേറല്ലേ? ചേറുണ്ടോ? ചേറിന്റെ വിഷയം കൊണ്ട് വേലിയേറ്റം വേലിയിറക്കത്തിന്റെ ഇതിലായതുകൊണ്ട് പിന്നെ പ്രകൃതിക്ക് ഇതില്ലല്ലോ. ഇത് കേട്ടൊക്കെ ഉണ്ടോ? ഈ ജയിച്ച മല്ല കാടിണെങ്കിൽ കിടക്കാണ്. വണ്ടി കണ്ടിട്ട് പോണ്ട്. ഒന്നും പോട്ടെ. റെഡിയാക്കാം. അതൊന്നും വിഷയമല്ല. കരക്കടുപ്പിച്ചാണ് കൺട്രോൾ ചെയ്യണത്. അവിടെ കട ഉണ്ടല്ലോ മിസ്ബാ, വെള്ളം വാങ്ങിക്കൊണ്ടേ. കരക്കടുപ്പിച്ചിന്. കാക്ക ഇത് കെട്ടിടണ്ടേ കാക്ക? നല്ല തള്ളാണ് കഴിഞ്ഞോ? തള്ളണില്ല. അവിടെ പിടിച്ചേ അടുപ്പിച്ചേ ചെറുക്കനെ കൊണ്ടത്. റഹീമിന്റെ നേതൃത്വത്തിലാണ് എന്താണത് കരക്കടുപ്പിച്ചത്. ഇവിടെ നെണ്ടിനെ പിടിച്ചു. ഇവിടെ ഉള്ളുണ്ടാക്കണേ. നീ കൊണ്ടോ ഉള്ളുണ്ടാക്കണ്ട്. നമുക്ക് നിസ്കരിച്ചാനുള്ള സൗകര്യമാണ്. എവിടെ നിസ്കരിച്ചാ? നെണ്ടിന് മാറി കൊണ്ടുപോണ ഒരാള്. അവൻ പിടിച്ചോടെ ഞാൻ പിടിച്ചു കാണ്ടെടുക്കാം. നിങ്ങൾ വീഡിയോ എടുത്തോളി. അടിയത്തൊക്കെ വിളവുള്ളതാണ്. എന്റെ ജാതിയാണ് അടിയത്തൊക്കെ. അവന് പിടിച്ചതോടെ വീഡിയോ ആണല്ലേ? ക്യാമറ ആക്ഷൻ. എന്താ കണ്ടുപിടുത്തൊന്നുമില്ല. നമുക്ക് നിങ്ങൾ വിചാരിച്ച അരി മല്ലിമോളും മാത്രം കുടിച്ചാണ് കാട്ട് വെള്ളം വേണ്ടതിന്. ഞാൻ കൊടുത്തോളാം.
നിങ്ങൾക്ക് ഞാനുണ്ടോ? ഞാൻ അതിനും മല്ലുമോളം കണ്ടൽ കാട്ടുകളിലൂടെയുള്ള യാത്രയിലാണ് ഞങ്ങൾ ഉള്ളത്, ഞാനും കൂട്ടുകാരും ഉള്ളത്. ട്രൈമ് ഹെവി ഡൈവർമാര്. അത് എത്ര തുടങ്ങിയിട്ടിപ്പോ? 4 വർഷം കഴിഞ്ഞു അല്ലേ? എങ്ങനെയാ പുറത്തുനിന്നൊക്കെ ആള് വരുന്നുണ്ടോ? ഓൺലൈൻ ബുക്കിംഗ് ഒക്കെ ഉണ്ടോ? ഓൺലൈൻ ബുക്കിംഗ് ഒക്കെ ഉണ്ടോ? വേറൊരു ടീമാണ്. കഴിഞ്ഞ ചക്കയാണ് ട്രെയിൻ അത് പോകുന്നു. തോണി അടിക്കും. നമ്മൾ ഇറങ്ങാണ്. ഓരോരുത്തർ ഇറങ്ങിക്കൂടി. രണ്ടിനെ പിടിച്ചിരിക്കുന്നേ ഫോറസ്റ്റ് നോക്കട്ടെ. രണ്ട് സാധു എടുക്കാനുള്ളൊക്കെ എടുത്തോളി. അടിപൊളി വൈബിന്. അങ്ങനെ ഞങ്ങൾ 2.5 മണിക്കൂറത്തെ ബോട്ട് യാത്ര കഴിഞ്ഞ് ഇറങ്ങുക കേട്ടോ. സത്യം പറയുക നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു വെറൈറ്റി എന്താ പറയുക, വെറൈറ്റി ഒരു എക്സ്പീരിയൻസ്, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ താല്പര്യമുള്ളവർ എന്താ ചെയ്യുക, പിന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പറും കാര്യങ്ങളും ലൊക്കേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ കോൺടാക്റ്റ് ചെയ്തിട്ട് താല്പര്യമുള്ളവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ അവർ തന്നെ പറഞ്ഞു തരും പറ്റിയ സമയം, നമുക്ക് കടലിൽ കയറാൻ പറ്റിയ സമയം നോക്കിയിട്ട് പറഞ്ഞു തരും. അപ്പോൾ അത് നോക്കിയിട്ട് വരിക. പിന്നെ ചാർജ് വരുന്നത് 1 മണിക്കൂറിന് 800 രൂപ കേട്ടോ. ഒരു തോണിയിൽ പിന്നെ 8 ആൾ, കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ 10 ആൾ പോകുന്ന പറഞ്ഞത്. പിന്നെ 2 മണിക്കൂറിനാണെങ്കിൽ 1500 ഇങ്ങനെ റേറ്റ് വരുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും പറ്റണമെന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ പുതിയ വീഡിയോ വീണ്ടും വരട്ടോ. നമ്മൾ പ്രാവിൻ്റെ വീഡിയോ ഒന്നുമില്ല, കൂട്ടുകാർ ചോദിക്കുന്നുണ്ട് പ്രാവിൻ്റെ വീഡിയോ ഒന്നുമില്ല എന്നൊക്കെ. എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക. ബൈ.